വെൽക്കം ബാക്ക് ടു ഗൗസ് വ്ളോഗ് ആൻഡ് ഒരുപാട് നാൾക്ക് ശേഷം വീണ്ടും ഒരു വ്ളോഗ് ചെയ്യുകയാണ്. സോ ഞാൻ ഒരു ബ്രേക്കിലായിരുന്നു വ്ളോഗിങ് ഇന്ന്. ബിക്കോസ് എൻ്റെ സ്റ്റഡീസിൻ്റെയും ഞാൻ മാസ്റ്റേഴ്സൊക്കെ പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു ടൈമിൻ്റെ ഇടയിൽ എനിക്ക് ടൈമേ കിട്ടുന്നുണ്ടായിരുന്നില്ല വ്ളോഗ് ചെയ്യാനും കണ്ടൻസ് ഇങ്ങനെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇപ്പോൾ എനിക്ക് ടൈം കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു 7 ഡേ ട്രിപ്പാണ്. ഒരു 7 ഡേ ട്രിപ്പിന് പോകുന്നതിൻ്റെ ഒരു വ്ളോഗാണ്. സോ അതിൽ ഞങ്ങൾ മൂന്നാറിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ അതർ 17 ക്ലാസ്മേറ്റ്സും കൂടിയിട്ടാണ് പോകുന്നത്. സോ ഞങ്ങളുടെ ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു വ്ളോഗും വരുന്നത്. സോ ട്രിപ്പ് ആക്ച്വലി സ്റ്റഡിയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഐ ഹാവ് ടൈം ടു വ്ളോഗ് ഓഫ് ദിസ് ട്രിപ്പ്. സോ എന്താ പറയുക, ഇപ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 9:45 PM ആയിട്ടുണ്ട്. ആൻഡ് ബസ്സിലാണ് നമ്മൾ പോകുന്നത്. KSRTC സ്വിഫ്റ്റിലാണ് പോകുന്നത്. സോ അത് 11:15 നമ്മൾ ബസ് എടുക്കുന്നത്. ആൻഡ് ഞാൻ ഇതുവരെ മൂന്നാർ പോയിട്ടില്ല. സോ എനിക്കറിയില്ല, അത്രയും എക്സൈറ്റ്മെൻറ്റിലാണ് പോകുന്നത്. ആ ഒരു പ്ലേസ് മനസ്സിലാക്കാനും അവിടെ സ്റ്റഡി ചെയ്യാനുമുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ പോകുന്നത്. സോ മോസ്റ്റ്ലി എവറി ഡേ വിൽ ബി ലൈക്ക് ഞങ്ങളുടെ സ്റ്റഡിയുടെ ഒരു ഭാഗം തന്നെയായിരിക്കും. പക്ഷേ ഇനീഷ്യൽ ഡേയ്സിൽ നമ്മളൊരു സിറ്റി ടൂർ പോലെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഫുൾ മൂന്നാർ നമുക്ക് ചുറ്റിക്കറങ്ങാൻ പറ്റുന്നൊരു സിറ്റി ടൂർ പോലെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല, നമുക്ക് നമ്മുടെ വ്ളോഗിലേക്ക് പോകാം. ദിസ് വിൽ ബി എ ഡെയിലി വ്ളോഗ് പോലെ ഈ ഒരു day 1 day 2 അങ്ങനെ കണ്ടിന്യൂ ചെയ്യുമായിരിക്കണം. ഐ ഡോണ്ട് നോ, ഐ എം ടെല്ലിങ് ദിസ് ഓൺ day 1 ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേ. സോ ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഇറ്റ്സ് ഗോയിങ് ടു വർക്ക് ഔട്ട്. നമുക്ക് നോക്കാം. ഗൈസ്, ഇതാണ് നമ്മളുടെ ബസ്. ആരിഫ് എങ്ങനെയുണ്ട്? നമ്മളിപ്പം ടൈം ഓൾമോസ്റ്റ് 11 ആയിട്ടുണ്ട്. ഹായ് ആൻജോ, എന്തൊക്കെയുണ്ട്? എന്താണ് ട്രിപ്പിനെ പറ്റിയിട്ടുള്ള എക്സ്പെക്ടേഷൻസ്? ഓക്കേടാ, ഗൗതം, വെൽക്കം ടു വ്ളോഗ്. നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. നമ്മളങ്ങനെ മിന്നൽ KSRTCയിലാണ് പോകുന്നത്. സമയം ഓൾമോസ്റ്റ് 6:30 ഒക്കെ ആയി. നമ്മൾ മൂന്നാർ എത്തി. നമ്മുടെ ബസ് എൻ്റർ ചെയ്തു. കാണാം, ഭയങ്കര കോൾഡായിട്ടൊരു ക്ലൈമറ്റാണ് ഇവിടെയുള്ള. അപ്പം നമ്മൾ AC ഒന്നും ഇല്ലെങ്കിലും ഭയങ്കര തണുപ്പുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ ഹോട്ടൽ റൂമിലെത്തി. നമ്മൾ എല്ലാവർക്കും ഓരോരോ റൂംസായിട്ട് അലൊക്കേറ്റ് ചെയ്തു. വൺ ഓഫ് ദ റൂം. ഹായ് ഗൈസ്, വ്ളോഗാണ്. ഹലോ ഗൈസ്, വ്ളോഗിനൊരു ഹായ് പറയൂ. ഇതാണ് നമ്മുടെ റൂം. ഇവിടെ നോക്കിയാൽ വലിയ വ്യൂ ഒന്നും ഇല്ല. ബട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള റൂമാണ്. ടോയ്ലറ്റ്, സ്റ്റേ ഓൾമോസ്റ്റ് സെറ്റായി. ഗൈസ്, നമ്മുടെ ഇവിടുന്ന് വിൻഡോയിൽ നോക്കുമ്പോൾ ഒരു ക്യൂട്ട് ഡോഗിനെ കാണാം നമുക്ക്. ഏത് ഹോട്ടലിലാണ് നമ്മളിപ്പോൾ? എന്താ ഓർഡർ ചെയ്ത? ഒന്നും വന്നില്ല. ഓക്കെ, മാം എങ്ങനെയുണ്ട് പൊങ്കൽ? അഭി എങ്ങനെയുണ്ട്? ആൻജന്റെ പ്ലെയിൻ റോസ്റ്റ് വന്നു. സാമ്പാർ സൂപ്പർ. പോകുന്ന ജീപ്പ് ഇതാണ് ഗൈസ്. ആണ് നമ്മുടെ സ്റ്റേ. ഇന്നത്തെ മൂന്നാമത്തെ ഔട്ട്ഫിറ്റ് ആണോ? അല്ല, ഓക്കെ ഓക്കെ.
വണ്ടിക്ക് 4 വീലുണ്ട്. പിന്നെ മിറർ ഉണ്ട്, ബാക്ക് നോക്കാനായിട്ട് മിറർ ഉണ്ട്, പിന്നെ വൈപ്പർ ഉണ്ട് മഴയത്തില്ല. ഓക്കെ ഓക്കെ, അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണിത്. അതെ അതെ, നല്ലൊരു വണ്ടിയാണിത്. ഓക്കെ. സോ ഗൈസ്, നമ്മളിപ്പം ജീപ്പ് കയറി നമ്മൾ സിറ്റി ടൂറിന് പോകാനായിട്ട് പോവാണ്. എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇപ്പം മൂന്നാറിലെ മാട്ടുപ്പെട്ടി ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പം അവിടുത്തെ ഫ്ലവർ ഷോ, അങ്ങനെ ടോപ്പ് സ്റ്റേഷൻ, അതായത് ഫ്ലവർ ഗാർഡൻ ഒക്കെ കാണാൻ പോകുന്നുണ്ട്. എൻജോ ജീപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ്, ഫുഡൊക്കെ കഴിച്ച് ജീപ്പിൽ ഇങ്ങനെ ജീപ്പിലായി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളോടൊപ്പം നമ്മളെ ചേട്ടനുണ്ട്. ചേട്ടൻ പേരെന്താണ്? ലോൺസൺ ചേട്ടനാണ് നമ്മളെ ഡ്രൈവർ. നല്ല അടിപൊളി ജീപ്പാണ്. ഇവിടുത്തെ ട്രാവലിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ജീപ്പാണ്. അപ്പം നമ്മൾ ഇന്ന് ഒരു സിറ്റി ടൂർ പോലെ ഫുൾ ഇങ്ങനെ കറങ്ങാണ്. ഓക്കെ ഗൈസ്, നമ്മളിപ്പം ഫ്ലവർ ഗാർഡനിലേക്കാണ് ആദ്യം പോകാൻ പോകുന്നത്. നമ്മളിങ്ങനെ ജീപ്പിൽ പോയിക്കൊണ്ടിരിക്കുക. അവിടെ മെയിൻലി ഉള്ളത് ഫ്ലവേഴ്സ് ആയിരിക്കും. ഫ്ലവർ ഗാർഡനിലേക്ക് പോകുന്ന വഴിയാണിത്. പല വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഗൈസ്. എങ്ങനെയുണ്ട് സ്ഥലം അഞ്ജു? അടിപൊളി അടിപൊളി. അഞ്ജു ഇങ്ങനെ പല ലെവൽസിലായിട്ടാണ് ഈ ഫ്ലവേഴ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ ഭയങ്കര രസമാണ് ഗൈസ്. അതിന്റെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് അത് വളരെ ഉണ്ടല്ലോ, അവർക്ക് ഇങ്ങനെ വിരിഞ്ഞങ്ങ് നിൽക്കുകയാണ്. നോക്കിയാൽ തന്നെ ആ ടോപ്പ് ഹിൽസ് ഒക്കെ അവിടെ കാണാം, മൂന്നാറിന്റെ. അത് ടീ പ്ലാന്റേഷൻസ് ഒക്കെ. ഇപ്പോൾ ഉള്ളത് മാട്ടുപ്പെട്ടി ഡാമിന്റെ അടുത്താണ്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. സ്കീ പോയിന്റ് ആണ്. ജെറ്റ് സ്കീ റൈഡിന് 300 rupees ആണ് വരുന്നത്. ഡ്രീം ക്യാച്ചേഴ്സ് മേടിക്കാനായിട്ടൊരു ഷോപ്പിൽ വന്നിട്ടുണ്ട്. നല്ല നല്ല ഡ്രീം ക്യാച്ചേഴ്സ് ഉണ്ട്. ഇതിന്റെ ഇത്രയും വലിയ ഡ്രീം ക്യാച്ചറിന് 250 ആണ് റേറ്റ് വരുന്നത്. വാങ്ങിച്ചു ഇതുപോലത്തെ. കൊള്ളാം. നമ്മളിവിടെ ഒരു ഗെയിമിംഗ് പോയിന്റ് കണ്ടു. അങ്ങനെ നമ്മൾ എക്കോ പോയിന്റിൽ വന്നേക്കുക. ഇതാണ് എക്കോ പോയിന്റ്. ഇവിടെ അടുത്ത് കുറച്ച് സ്ട്രീറ്റിൽ നിന്ന് ഒരു ടോയ് വാങ്ങിച്ചു, ആനയുടെ. എൻ്റെ വീട്ടിലൊരു ഡോഗുണ്ട്. അപ്പോൾ ഡോഗിന് വേണ്ടിയിട്ട്, വിസ്കിക്ക് വേണ്ടിയിട്ടുള്ള ടോയ് ആണ്. അപ്പം നമ്മളിവിടെ എക്കോ പോയിന്റിൽ. ഇവിടെ മെയിനായിട്ട് വലുതായിട്ടൊന്നും ഇല്ല. നമ്മൾ ജസ്റ്റ് ഇവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഇങ്ങനെ ഒച്ചത്തിൽ സൗണ്ട് എടുക്കുമ്പോൾ എക്കോ അടിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ായിട്ട് നമ്മൾ കുന്തള ഡാം എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ് വന്നേക്കുന്നത്. ഇതാണ് ഇവിടുത്തെ സീനറി. നമ്മൾ കുന്തള ഡാമിൻ്റെ എൻട്രി ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരെണ്ണം നല്ല ഫ്ലോയിൽ പോകുന്നുണ്ട്, ഒരെണ്ണം കുറച്ചേ പോകുന്നുള്ളൂ, ബാക്കി രണ്ടെണ്ണം ഓപ്പൺ അല്ല. നമ്മൾ എക്സാക്ട്ലി ആ ഡാം ഫ്ലോ ആവുന്നതിൻ്റെ മുകളിലായിട്ട് നിൽക്കുകയാണ്. ഭയങ്കര രസമുണ്ട് ഇവിടെ നിന്ന് ഈ വ്യൂ കാണാനായിട്ട്. ഇത് കാണാണ്ട് ഭയങ്കര ഫ്ലോയിൽ ഇങ്ങനെ പോയിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഗൈസ്, ഒരു കുരങ്ങനെ കാണാം. അതായത് നമ്മളിപ്പോൾ ടോപ്പ് സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. അവിടെ എന്താണെന്നറിയില്ല, എനിക്ക് തോന്നുന്നു മറ്റേ ഹിൽ സ്റ്റേഷൻ പോലത്തെ ഏരിയ എന്ന് തോന്നുന്നു. ആൻഡ് നമ്മൾ ഫുഡ് ഓൾറെഡി കഴിച്ചു. നമ്മൾ ബിരിയാണിയാണ് കഴിച്ചത്. അതിനെ വ്ളോഗ് ചെയ്യാൻ ഞാൻ മറന്നുപോയി, ബിക്കോസ് അത്രയ്ക്ക് വിശന്നിരിക്കുകയായിരുന്നു. ആൻഡ് നമുക്കതിന് ടോപ്പ് സ്റ്റേഷനിൽ പോയിട്ട് കാണാം. ടോപ്പ് സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിയാണ്. ഓക്കെ, ലാൻഡ്സ്ലൈഡ് വരുമ്പോ നമ്മൾ നിൽക്കുന്ന ഭാഗമായിരിക്കും പോവാ. അടിപൊളി. നമ്മൾക്ക് ഇവിടെ നിന്നുള്ള ലോഡിനെ ബന്ദിനേക്കർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പണ്ട് റെയിൽവേ സ്റ്റേഷൻ വേണോ പോലീസ് സ്റ്റേഷൻ വേണോ എന്ന് പറഞ്ഞ കൺഫ്യൂഷൻ. അങ്ങനെയല്ല. അപ്പൊ എന്നിട്ട് അതിന് വേണ്ടിട്ട് ഇവിടെ ഒരു റോപ്വേ കണക്ഷൻ കൊടുത്തു. ആ റോപ്വേ നേരെ ടോപ്പ് സ്റ്റേഷനിലേക്ക് ബന്ദിനേക്കനിലേക്ക് പോകുന്നു. ഇതാണ് സംഭവം. ഓക്കെ, അപ്പൊ ഇതാണ് ടോപ്പ് സ്റ്റേഷൻ ഏരിയ. ഏരിയ മാത്രമാണ്, സ്റ്റേഷൻ അല്ല.
ഇതാണ് ടോപ്പ് പോയിന്റ്. ആക്ച്വലി ഇപ്പോൾ വന്ന ടൈം ആക്ച്വലി ഈ വ്യൂ പോയിന്റ് കാണാൻ പറ്റിയ ടൈം അല്ല. ആക്ച്വലി ഏർലി മോർണിംഗോ അല്ലെങ്കിൽ നല്ല ഈവനിങ് ടൈം വന്ന ഒരു മഞ്ഞ് പോലത്തെ എഫക്റ്റ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മളെന്തായാലും ഇപ്പം കയറുന്നില്ല, കാരണം ഭയങ്കര വെയിലായി. ഇപ്പം ഒരു ഓൾമോസ്റ്റ് ഇപ്പോൾ ടൈം 2:15 ഒക്കെ ആയി. അപ്പം ഭയങ്കര വെയിലാണ്. നമ്മളിനി എപ്പോഴെങ്കിലും ഏർലി വന്നിട്ട് ഇതിൻ്റെ മുകളിൽ കയറും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ടീ മ്യൂസിയത്തിലാണ്. ഇവിടെ നമ്മൾ എൻട്രൻസ് ഫീ 125 rupees പെർ പേഴ്സൺ ആണ്. അത് എടുക്കാൻ വേണ്ടി ഇവിടെ ക്യൂ നിൽക്കുകയാണ്. മേക്കേഴ്സ് ഓഫ് റിപ്പിൾ ടീ, കണ്ണൻ ദേവൻ ഹിൽ പ്ലാന്റേഷൻസിന്റെ ടീ മ്യൂസിയം ആണിത്. ചായ കൂടുവോ കണ്ണൻ ദേവൻ ടീക്ക്? ഒരു ഡോക്യുമെന്ററിക്ക് പോവാണ്. ലൈക്ക് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു ലാസ്റ്റ് ഷോ ഓഫ് ദ ഡോക്യുമെന്ററി ഇവിടെ കാണിക്കുന്നുണ്ട്. ടീ ഫാക്ടറിയിലേക്ക് പോകാനുള്ള ക്യൂ ആണ് നിൽക്കുന്നത്. നമ്മളിപ്പം എങ്ങനെയാണ് ടീ ഉണ്ടാക്കുന്നതെന്ന് പഠിക്കാനായിട്ട് ഫാക്ടറിയിൽ വന്നേക്കാണ്. അഞ്ജും, എങ്ങനെയുണ്ട് ചായയുടെ കോസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? 160 മുതൽ 500 വരെ ഉണ്ട്. ഓക്കെ. ടീ ഷോപ്പും കൂടെ ഉണ്ട്. അപ്പം അത് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലാസിക് ഗ്രീൻ ടീ വരുന്നുണ്ട്, പല ഫ്ലേവേഴ്സിൽ ടീ വരുന്നുണ്ട്, ട്രിപ്പിൾ ഗ്രീൻ ടീ വരുന്നുണ്ട്. ഓ അടിപൊളി. എങ്ങനെയുണ്ട് ഗൗരി? നല്ല സ്മെല്ലുണ്ട്. കാർഡമം ടീയാ പറഞ്ഞത്. കാർഡമം ടീ റുപ്പീസാണ്. ഏലയ്ക്ക് ട്രൈ ഒരു ടേസ്റ്റ്. രാവിലെ തൊട്ട് ഇങ്ങനെ നടന്നിട്ട് ചായ കുടിച്ചപ്പോൾ വെരി ഗുഡ് ചായ. ഭയങ്കര നല്ല രസമുണ്ട് ഇവിടെ കാണാനൊക്കെ. ഒരുപാട് എന്താ പറയുക ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഓഫ് ടീസ് ഉണ്ട്. ടീൻ്റെ ഹിസ്റ്ററിയും അതൊക്കെ അവരവിടെ ഒരു ഡോക്യുമെൻ്ററി പോലെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ എല്ലാം കഴിഞ്ഞു. ആൻഡ് നമ്മളിന്ന് നമ്മുടെ ഹോട്ടൽ റൂമിലോട്ട് തിരിച്ചു പോകാൻ വേണ്ടി അടുത്ത ബ്ലോഗായിട്ട്